ഫ്രണ്ട്സ്, വെൽക്കം ടു യാസി ലോഞ്ച്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇഡ്ഡലി മഞ്ചൂരിയൻ. ഇഡ്ഡലി കൊണ്ടുള്ള ഒരു മഞ്ചൂരിയനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ഇഡ്ഡലീസ് എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇതിനെ ഒന്ന് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇഡ്ഡലീസ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതിന് മഞ്ചൂരിയൻ ആക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളി, കുറച്ച് കളർഡ് ക്യാപ്സിക്കംസ്, ഗാർലിക്കും ഉണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഞാനിവിടെ വെക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലീസിന് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ഇതിന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിൽ ഓയിൽ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇച്ചിരി അടിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഓക്കെ, നമ്മൾ ഇഡ്ഡലീസ് ഇപ്പോൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുറമേ ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിലും ഇട്ട് ഗാർലിക്കും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഗാർലിക്കിൻ്റെ സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഓണിയൻ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ടു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ക്യാപ്സിക്കം ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും 2 ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഈ ഇഡ്ഡലീസും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ഡ്രൈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചെറുതായിട്ടൊരു മല്ലിയുടെ ഒരു ടേസ്റ്റ് വരാനായിട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യാം. ഇതേ നമ്മുടെ ഇഡ്ഡലി മഞ്ചൂരിയൻ റെഡി ആയിട്ട് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.